കൃഷ്ണ ഗുരുവായൂരപ്പ. കൃഷ്ണൻ കംസനെ വധിക്കുന്നത് വരെയുള്ള കാര്യങ്ങൾ പറഞ്ഞുവല്ലോ. ഇനി നമുക്ക് കൃഷ്ണൻ അച്ഛനമ്മമാരെ കാണാൻ പോകുന്ന കഥ കേൾക്കാം. കംസന്റെ മൃതശരീരം രാജകീയ ചടങ്ങുകളോടെ തന്നെ സംസ്കരിക്കാനുള്ള ഏർപ്പാടുകളായി. തുടർന്ന് കൃഷ്ണനും ബലരാമനും അവിടെ നിന്ന് അച്ഛനും അമ്മയും കിടന്നിരുന്ന ജയിലിലേക്ക് ഓടിപ്പോയി. എത്ര കാലമായി അവർ ജയിലിൽ കിടന്ന് നരകിക്കുന്നു. അവരെ ഒരു നോക്ക് കാണാൻ കൃഷ്ണനും ബലരാമനും അടങ്ങാതെ ആവേശമാണ്. ജയിലിൽ കിടക്കുന്ന ദേവകിയും വസുദേവനും സംഭവങ്ങളൊക്കെ കാവൽക്കാരിൽ നിന്ന് കേട്ടറിഞ്ഞിരുന്നു. ചാണൂരനെയും മുഷ്ടികനെയും കൃഷ്ണനും ബലരാമനും ചേർന്ന് കൊന്നുവെന്ന് കേട്ടപ്പോൾ തന്നെ വസുദേവൻ തീർച്ചപ്പെടുത്തതാണ് ഉടനെ കംസനെയും വധിക്കുമെന്ന്. അതും സംഭവിച്ചു കഴിഞ്ഞു. ഇനി അവർക്ക് ഒറ്റൊരാഗ്രഹം മാത്രമേ ഉള്ളൂ, തങ്ങളുടെ പൊന്നോമന മക്കളെ ഒന്ന് കാണണം. അവർ എങ്ങനെയായിരിക്കും എന്നുപോലും അച്ഛനമ്മമാർക്ക് ഒരു രൂപവുമില്ല. കാരാഗൃഹത്തിലായിരുന്നത് കാരണം തങ്ങളുടെ മക്കളെക്കുറിച്ച് അവർക്കൊന്നും അറിയാനും കഴിഞ്ഞിരുന്നില്ലല്ലോ. വൃന്ദാവനത്തിൽ നിന്നുള്ള കാര്യങ്ങൾ ചിലതൊക്കെ ചിലപ്പോൾ കേട്ടിരുന്നു എന്ന് മാത്രം. എന്നാൽ ഇപ്പോൾ ആ അച്ഛനമ്മമാർ തങ്ങളുടെ പ്രിയപ്പെട്ട ഓമന മക്കളെ ഒന്ന് കാണാൻ പോവുകയാണ്. വർഷങ്ങളോളമായി അവർ മനസ്സിൽ കാത്തു സൂക്ഷിച്ചിരുന്ന ആഗ്രഹം സഫലമാകാൻ പോകുന്നു. ബലരാമനും കൃഷ്ണനും കാരാഗൃഹത്തിലേക്ക് ഓടിയെത്തി. കാരാഗൃഹത്തിൻ്റെ വലിയ ഇരുമ്പ് വാതിൽ താനെ തുറന്നു. അവർ ഓടി ഉള്ളിലേക്ക് കയറി. കൃഷ്ണനും ബലരാമനും ആ കാഴ്ച കണ്ടു ഒന്ന് നടുങ്ങി. കണ്ണുകളിൽ കണ്ണുനീർ നിറഞ്ഞു. വസുദേവൻ്റെ കാലുകൾ ഇരുമ്പ് ചങ്ങല കൊണ്ട് കെട്ടിയിട്ടിരിക്കുകയാണ്. ചങ്ങല ഉരഞ്ഞുണ്ടായ കറുത്ത കലമൂലം വസുദേവൻ്റെ കണങ്കാൽ വികൃതമായിരിക്കുന്നു. കൃഷ്ണൻ നിറ കണ്ണുകളോടെ അച്ഛനെ ചങ്ങലയിൽ നിന്ന് മോചിപ്പിച്ചു. എന്നിട്ട് ആ കാലുകളിൽ വീണ് നമസ്കരിച്ചു. വസുദേവൻ്റെ പാദങ്ങൾ കൃഷ്ണൻ്റെ കണ്ണുനീർ വീണ് നനഞ്ഞു. വസുദേവൻ കൃഷ്ണനെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. വസുദേവൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് കൃഷ്ണനെ ഗാഢമായി പുണർന്നു. കൃഷ്ണനും കരച്ചിൽ നിയന്ത്രിക്കാനായില്ല. വർഷങ്ങളായി കാത്തിരുന്ന ആ നിമിഷം കൈവന്ന സന്തോഷ നിമിത്തമുള്ള കണ്ണുനീരായിരുന്നു അത്. ബലരാമനും അച്ഛൻ്റെ പാദങ്ങളിൽ വീണ് നമസ്കരിച്ചു. അച്ഛനെ ഗാഢമായി ആശ്ലേഷിച്ചു. ഇതെല്ലാം കണ്ടു നിൽക്കുകയായിരുന്ന ദേവകിയും പൊട്ടിക്കരഞ്ഞുകൊണ്ട് ബലരാമനെയും കൃഷ്ണനെയും പുണർന്നു. അമ്മയുടെ നിലക്കാതെ കണ്ണീർ കണ്ടിട്ട് കൃഷ്ണൻ പറഞ്ഞു, അമ്മേ, എന്നെ പ്രസവിച്ചുടൻ തന്നെ അമ്മയ്ക്ക് എന്നെ പിരിയേണ്ടി വന്നു. അമ്മയുടെ ഒരിറ്റു മുലപ്പാൽ പോലും എനിക്ക് നുണയാനായില്ല. ഞാൻ നിർഭാഗ്യവാൻ തന്നെ. കൃഷ്ണൻ്റെ വാക്കുകേട്ട് അമ്മ വിങ്ങിപ്പൊട്ടി. കൃഷ്ണൻ അമ്മയെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. അമ്മ കരച്ചിലടക്കിക്കൊണ്ട് ചോദിച്ചു, മകനെ, നീ എങ്ങനെ അച്ഛനമ്മമാരെ കാണാതെ കഴിഞ്ഞുകൂടി? അമ്മയുടെ സങ്കടത്തോടെയുള്ള ചോദ്യം കേട്ട് കൃഷ്ണൻ പറഞ്ഞു, ഞങ്ങളെ വളർത്തിയ അമ്പാടിയിലെ അമ്മ ഞങ്ങളെ എത്രമാത്രം സ്നേഹിച്ചു എന്നറിയാമോ? ഞങ്ങളെ എത്ര ലാളിച്ചു എന്നോ? ഞങ്ങൾ വികൃതി കാട്ടിയപ്പോൾ പോലും അവർ ഞങ്ങളെ തല്ലിയില്ല. ഞങ്ങൾ ആ അമ്മയെ കുറച്ചൊന്നുമല്ല ശല്യപ്പെടുത്തത്, എല്ലാം സന്തോഷത്തോടെ സഹിച്ചു അവർ. കൃഷ്ണൻ അമ്മയുടെ കണ്ണുനീർ തുടച്ചു. നെറ്റിയിൽ ഉമ വെച്ചു. വീണ്ടും ആശ്ലേഷിച്ചു. അപ്പോൾ അമ്മ ചോദിച്ചു, മക്കളെ, നിങ്ങൾക്ക് മുത്തച്ഛനെ കാണണ്ടേ? അമ്മയുടെ ചോദ്യം കേട്ടപ്പോഴാണ് തങ്ങളുടെ മുത്തച്ഛനായ ഉഗ്രസേനനെക്കുറിച്ച് ഓർത്തത്. സ്വന്തം അച്ഛനായ ഉഗ്രസേനനെ കംസൻ തുറങ്കലടിച്ചിരിക്കുകയായിരുന്നുവല്ലോ. ബലരാമനും കൃഷ്ണനും അച്ഛനമ്മമാരോടൊപ്പം ഉഗ്രസേനൻ്റെ അടുക്കലേക്ക് പോയി. കാരാഗൃഹത്തിന് പുറത്ത് ആരൊക്കെയോ എത്തിയതായി ഉഗ്രസേനന് തോന്നി. വയസ്സായത് കാരണം കാഴ്ചയ്ക്ക് മങ്ങലുണ്ട്. ജടയും നരയും ബാധിച്ചിട്ടുമുണ്ട്. നീണ്ടു വളർന്ന താടി, അതുപോലെ തലമുടിയും വളർന്ന് നീണ്ടിരിക്കുന്നു. ആകപ്പാടെ ഒരു വൃദ്ധ താപസനെ പോലെ. ബലരാമനും കൃഷ്ണനും ആദ്യമായാണ് മുത്തച്ഛനെ കാണുന്നത്. അതുപോലെ മുത്തച്ഛൻ പേരക്കിടാങ്ങളെയും കാണുന്നത് ആദ്യം തന്നെ. ഉഗ്രസേനന് കുട്ടികളെ മനസ്സിലായില്ല. വസുദേവൻ കൃഷ്ണനെയും ബലരാമനെയും മുന്നിൽ നിർത്തി പറഞ്ഞു, മക്കളെ, നിങ്ങളുടെ മുത്തച്ഛനാണിത്, കംസൻ്റെ അച്ഛൻ, ഉഗ്രസേന മഹാരാജാവ്. അച്ഛനെ തുറങ്കലടിച്ചിട്ടാണ് കംസൻ അധികാരത്തിലേറിയത്. ഇതിൻ്റെ ഫലം കംസൻ അനുഭവിക്കുകയും ചെയ്തു. നിങ്ങളെ മുത്തച്ഛൻ ഇതുവരെ കണ്ടില്ല. നിങ്ങളും മുത്തച്ഛനെ കണ്ടിട്ടില്ലല്ലോ. വസുദേവൻ പറഞ്ഞ് അവസാനിപ്പിച്ചില്ല. അതിനു മുൻപായി അവർ ഉഗ്രസേന മഹാരാജാവിൻ്റെ കാൽക്കൽ വീണ് നമസ്കരിച്ചു. ഉഗ്രസേനൻ മെല്ലെ എണീറ്റ് അവരെ പിടിച്ചെഴുന്നേൽപ്പിച്ച് മാറോടണച്ചു. ഉഗ്രസേന മഹാരാജാവ് കൃഷ്ണനെയും ബലരാമനെയും വാത്സല്യത്തോടെ തൻ്റെ ഇരുവശത്തുമായി ഒതുക്കി നിർത്തി. അവരുടെ നെറുകയിൽ ചുംബിച്ചു, അനുഗ്രഹിച്ചു. അപ്പോഴേക്കും യാദവ പ്രമാണിമാരിൽ പലരും അവിടെ എത്തിച്ചേർന്നിരുന്നു. അവരിൽ സാത്യകി, കൃതകർമാവ്, ഉദ്ധവൻ, അക്രൂരൻ തുടങ്ങിയവരും ഉണ്ടായിരുന്നു. അവർ തമ്മിൽ എന്തൊക്കെയോ ചർച്ചകളിൽ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു. അപ്പോഴേക്കും കൃഷ്ണൻ എല്ലാവരെയും കേൾക്കെ വസുദേവനോടായി പറഞ്ഞു, അച്ഛാ, നമ്മുടെ മുത്തച്ഛനോട് കംസൻ കാട്ടിയത് കൊടും ക്രൂരതയാണ്.
അതുകാരണം മുത്തച്ഛൻ വളരെയേറെ കഷ്ടപ്പെടുകയും ദുഃഖിക്കുകയും ചെയ്തു. ഇനിയും അത് തുടരാൻ പാടില്ല. ഇനി ഇവിടെ ഇത്തരം ചതിയും ക്രൂരതയും പാടില്ല. അതുകൊണ്ട് നമ്മുടെ മുത്തച്ഛനെ തന്നെ രാജാവായി വാഴിക്കണം. അദ്ദേഹമാണ് നാടുവാഴേണ്ടത്. അതിനുവേണ്ട ഒരുക്കങ്ങൾക്ക് ഏർപ്പാട് ചെയ്താലും. കൃഷ്ണൻ്റെ അഭിപ്രായം കേട്ട് എല്ലാവരും വിസ്മയിച്ചു പോയി. ഒരു ചെറിയ പയ്യൻ്റെ പക്വത കണ്ടില്ലേ? ഇവൻ സാധാരണക്കാരനല്ല, തീർച്ച. എല്ലാ അറിവുമുള്ള അസാമാന്യൻ തന്നെയാണ്. ശ്രീഹരിയുടെ അവതാരം തന്നെ ആയേക്കാം. കൃഷ്ണൻ്റെ അഭിപ്രായം കേട്ട ഉടനെ വസുദേവൻ ഉഗ്രസേനനെ രാജാവായി അവരോധിക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്തു. വലിയ ആഘോഷത്തോടും ആഹ്ലാദത്തോടുമാണ് ഉഗ്രസേനൻ്റെ കിരീടധാരണം നടന്നത്. മധുരയിലെ ജനങ്ങൾക്ക് അതൊരു ഉത്സവമായിരുന്നു. ഉഗ്രസേനൻ രാജാവായതോടെ മധുര വിട്ടു പോയിരുന്നവർ തിരിച്ചെത്തി തുടങ്ങി. ഒരിക്കൽ കംസന്റെ അക്രമം ഭയന്ന് ഓടിപ്പോയ വൃഷ്ണികളും യാദവരുമൊക്കെ മധുരയിൽ തിരിച്ചെത്തി. രാജാവ് അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുത്തു. ഉഗ്രസേനൻ്റെ നീതിപൂർവമായ ഭരണത്തിൽ എല്ലാവരും സന്തോഷിച്ചു. ദിവസങ്ങൾ പലതു കഴിഞ്ഞു. നന്ദഗോപനും കൂട്ടരും വൃന്ദാവനത്തിലേക്ക് തിരിച്ചു പോയിട്ടില്ല. ഇനിയും വൈകിയാൽ വൃന്ദാവനത്തിൽ യശോദയും മറ്റും വിഷമിക്കും. അതുകാരണം അവർ വൃന്ദാവനത്തിലേക്ക് മടങ്ങാനുള്ള ഒരുക്കത്തിലാണ്. അലങ്കരിക്കപ്പെട്ട കാളവണ്ടികളിൽ സാധനങ്ങളൊക്കെ കയറ്റിക്കഴിഞ്ഞു. ബലരാമനും കൃഷ്ണനും നന്ദഗോപനെയും കൂട്ടരെയും യാത്രയാക്കാൻ എത്തി. അവർ നന്ദഗോപൻ്റെ കാൽക്കൽ വീണു. നന്ദഗോപൻ അവരെ പിടിച്ചെഴുന്നേൽപ്പിച്ച് മാറോടണച്ചു. കൃഷ്ണൻ നന്ദഗോപനോട് നിറക്കണ്ണുകളോടെ പറഞ്ഞു, പ്രിയപ്പെട്ട അച്ഛ, ഓർമ്മ വെച്ച നാൾ മുതൽ അങ്ങാണ് ഞങ്ങളുടെ അച്ഛൻ. ഒരച്ഛൻ മക്കൾക്ക് തരേണ്ടതായ സ്നേഹവും വാത്സല്യവും പരിചരണവും വേണ്ടതിലധികം അങ്ങ് ഞങ്ങൾക്ക് തന്നു. അതുപോലെ വൃന്ദാവനത്തിലെ ഞങ്ങളുടെ അമ്മയും അവിടുത്തെ മറ്റമ്മമാരും ഞങ്ങളെ അങ്ങേയറ്റം സ്നേഹിച്ചു, ലാളിച്ചു. അവരോടൊക്കെ ഏറെ താമസിയാതെ ഞങ്ങൾ അവിടെ എത്തുമെന്ന് പറഞ്ഞാലും ഞങ്ങൾക്ക് തൽക്കാലം ഇവിടെ നിൽക്കേണ്ടതുണ്ട്. എൻ്റെ സ്നേഹിതക്കളായ ഗോപികമാരെ ഞാൻ മറന്നിട്ടില്ല. ഒരിക്കലും മറക്കാനും ആവില്ല. അവരോടും എൻ്റെ സ്നേഹം അറിയിച്ചാലും. നന്ദഗോപൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. നന്ദഗോപന് ഒന്നും ഉരിയാടാനായില്ല. കൃഷ്ണൻ വൃന്ദാവനത്തിൽ നിന്നെത്തിയ തൻ്റെ ചങ്ങാതിമാരെ ഓരോരുത്തരെയും ആശ്ലേഷിച്ചു. കൃഷ്ണൻ വൃന്ദാവനത്തിലേക്ക് വരുന്നില്ലെന്ന് മനസ്സിലാക്കിയ ഗോപാലന്മാർ വിതുമ്പി. അവരെ ബലരാമനും കൃഷ്ണനും സമാധാനിപ്പിച്ചു. എങ്കിലും അവർക്ക് ദുഃഖം അടക്കാനായില്ല. ബലരാമനും കൃഷ്ണനും വീണ്ടും നന്ദഗോപൻ്റെ മുന്നിലെത്തി. നന്ദഗോപൻ കൃഷ്ണൻ്റെ തോളിൽ പിടിച്ച് മുഖത്ത് നിർനിമേഷനായി തെല്ലിട നോക്കി നിന്നു. എന്നിട്ട് നിയന്ത്രിക്കാനാവാതെ ചോദിച്ചു, മോനെ, നീ ഞങ്ങളുടെ ജീവനാണ്. അതിനെയാണ് ഞങ്ങൾ ഇവിടെ നിർത്തിയിട്ട് പോകുന്നത്. മോനെ കൃഷ്ണ, നീ ഞങ്ങളെ മറക്കരുതേ. കൃഷ്ണ, മറക്കരുതേ. നന്ദഗോപൻ പൊട്ടിക്കരഞ്ഞു. ഇത് കണ്ട് കൃഷ്ണനും കരഞ്ഞുപോയി. അച്ഛാ, ഇതെന്താണിങ്ങനെ? അച്ഛന് എല്ലാം അറിയാവുന്നതല്ലേ? ഇവിടുത്തെ സ്ഥിതികൾ അച്ഛൻ നേരിട്ട് കണ്ടതുമല്ലേ? ഈ അവസ്ഥയിൽ ഞങ്ങൾക്ക് അങ്ങോട്ട് വരാൻ കഴിയില്ലെന്ന് അച്ഛനെ മനസ്സിലാക്കിക്കൂടെ? എനിക്ക് അച്ഛനെ മറക്കാനാവുന്നതെങ്ങനെ? ജനിച്ച നാൾ മുതൽ എനിക്ക് വേണ്ടി കഷ്ടപ്പെട്ട എൻ്റെ അച്ഛനെ ഞാൻ മറക്കുകയോ എനിക്ക് മുലപ്പാൽ തന്ന അമ്മയെ ഞാൻ മറക്കുകയോ? ഒരിക്കലുമില്ല അച്ഛാ, ഒരിക്കലുമില്ല. അച്ഛൻ ഈ മകനെ വിശ്വസിക്കൂ, ഈ മകനെ വിശ്വസിക്കൂ. കൃഷ്ണൻ നന്ദഗോപരോട് കേണപേക്ഷിച്ചു. മകനെ, എനിക്ക് തൃപ്തിയായി. സങ്കടം കൊണ്ട് ഞാൻ അങ്ങനെയൊക്കെ ചോദിച്ചു പോയെന്നേ ഉള്ളൂ. നന്ദഗോപൻ കൃഷ്ണൻ്റെ കൈ പിടിച്ച് ചുംബിച്ചു. അതിനിടെ എല്ലാവരും യാത്രയ്ക്ക് ഒരുങ്ങിക്കഴിഞ്ഞിരുന്നു. കംസന് കാഴ്ചദ്രവ്യങ്ങൾ കൊണ്ടുവന്ന കാളവണ്ടികളിൽ പല വിശിഷ്ട സാധനങ്ങളും നിറഞ്ഞു. വൃന്ദാവനത്തിലെ അമ്മമാർക്കും ഗോപികമാർക്കും നൽകാനായി കൃഷ്ണൻ നൽകിയതാണ് അവയൊക്കെ. ഒടുവിൽ മനസ്സില്ലാ മനസ്സോടെ, കടുത്ത ദുഃഖത്തോടെ അവർ വൃന്ദാവനത്തിലേക്ക് യാത്രയായി. ഹരേ കൃഷ്ണ. എല്ലാവരും സുഖമായിരിക്കും. ബാക്കി നാളെ.